ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷൂട്ടിന് പോവാണ് ഗൈസ്. ആദ്യയുടെ ബർത്ത്ഡേ ഷൂട്ടും കാര്യങ്ങളും, പിന്നെ അതുപോലെ എൻ്റെ കുറേ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് ഷൂട്ട് വ്ലോഗാണ് എടുക്കാൻ പോണത്. നമ്മുടെ ഷൂട്ടും പരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഷൂട്ടും പിന്നെ അതുപോലെ ആദ്യയുടെ ബർത്ത്ഡേ ആണ് ഇനി വരാൻ വേണ്ടി പോകണം ഗൈസ്. അവളപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവളുടെ അടുത്ത് മിണ്ടുന്നില്ല ഇന്നത്തെ ദിവസത്തേക്ക്. കാര്യം വേറെ നല്ല രാവിലെ ഇപ്പോൾ ചെറിയൊരു ഉടക്ക് വന്നു ഗൈസ്. അതുകൊണ്ട് മിണ്ടാതെ ഒരിടത്ത് പോയി കിടന്നുറങ്ങുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ അപ്പം ഇവിടെ അമ്മ സംസാരിച്ചാണ് ഗൈസ്. അപ്പം നമ്മൾ ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ അടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഷൂട്ടിൻ്റെ ബിഹൈൻഡ് സീൻസും കാര്യങ്ങളും ഒക്കെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ശംഖുമുഖത്ത് എത്തിയേക്കുവാണ്. നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനും മാലു ഓൾറെഡി നേരത്തെ നടന്നങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. നമുക്ക് ഇനിയിപ്പം അവിടോട്ട് എത്തണം. കാര്യം അവളതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. ചേട്ടനും ഉണ്ണിച്ചേട്ടനും അവരെല്ലാവരും അവിടെ നിൽക്കുക. കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഇതാണ് ഗൈസ് ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ അഭിചേട്ടന്റെ സ്വന്തം അനിയൻ. ചേട്ടൻ എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് കുറച്ചു നേരം കടലിന്റെ എന്ത് പറയാൻ ഭംഗി ആസ്വദിക്കാൻ ഗൈസ്. ഇതാണ് നിങ്ങൾ കാണുന്ന ശംഖുമുഖം ബീച്ച്. ബീച്ച് എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്പം ഒത്തിരി മീൻസ് കടലിങ്ങനെ കയറി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇല്ല, ഒട്ടുമില്ല. നമുക്ക് ലാൻഡ് ഒട്ടും നിൽക്കാൻ പോലുള്ള സ്പേസ് ഇല്ല. അത്രയ്ക്ക് തിരയും ഇതൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഭയങ്കരമായിട്ട് കയറി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അവിടെ പോയി എങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നത് ഗൈസ്. അപ്പൊ നമ്മള് നമ്മുടെ ഷൂട്ടിലേക്ക് തിരിച്ചു തരാം ഗൈസ്. ഷൂട്ടിന്റെ പരിപാടി ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് മാറിയിട്ട് അവിടെ കുറെ ആൾക്കാർ നിൽക്കുവാണ്. അപ്പം പിന്നെ എന്താണ്, ഇവിടെ ഭയങ്കര വെയിലും ഈവനിങ് ആണെങ്കിൽ ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ കാണും. നമ്മളിപ്പോ രാവിലെ വന്നെടുക്കുന്നത്, നമുക്കിപ്പോ ഷൂട്ട് ഇപ്പൊ രാവിലെ വന്നെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് വന്നെടുക്കാം. പക്ഷേ നമ്മൾ അതല്ല, നമ്മൾ നേരത്തെ ഈവനിങ് ഒക്കെയാണ് വരികയാണെങ്കിൽ പക്ഷെ ലൈറ്റൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഒത്തിരി ആൾക്കാർ കാണും. ഈവനിങ് ആണ് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ രാവിലെ ചൂസ് ചെയ്തത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആപ്റ്റായിട്ടുള്ള സമയം രാവിലെയാണ്. ഈവനിങ്ങും ആപ്റ്റായിട്ടുള്ള സമയമാണ് പറഞ്ഞത്. തിരക്കായതോടെ ഈവനിങ് ചൂസ് ചെയ്യാണ്ട് രാവിലെ തന്നെ ചൂസ് ചെയ്തത്. അപ്പം ഷൂട്ട് ഇവിടെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതല്ലേ, ഞാനിവിടെ പോസ്റ്റാണ് ഗൈസ്. ആ ഒരു നഗ്നമായ സത്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കാക്ക വരെ എൻ്റെ അടുത്ത് പറയാണ്, എന്തിനാ ഇവിടെ നിൽക്കുന്നത്, പോയി അവരോട് പടം എടുത്തൂടെ. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റണ്ടേ. കാക്ക സാർ പ്ലീസ് സ്മൈൽ. കാക്കയുമായി വരെ ഞാൻ സംസാരിക്കുന്നത്. ഹലോ കാക്ക സാർ, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീട്ടിൽ പോയിട്ട്. ഓക്കെ, മക്കളുടെ അടുത്തൊക്കെ പറയണം. എനിക്കറിയാം ഇഷ്ടപ്പെടുമെന്നുള്ളത്. കണ്ടോ, കാക്ക സാർ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ട് എൻ്റെ പോസൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. കാക്ക വരെ ഫാൻസ് ആയിട്ട്
കേളി യേശു. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ എന്നല്ലേ? മനസ്സിലായി? ഇല്ല മനസ്സിലായി. ഇവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് നമ്മളുടെ സമയം എന്ത് പറയാൻ ഇങ്ങനെ ആനന്ദകരമാക്കണം അല്ലേ? ബാ. അപ്പൊ അവര് ഏകാന്തമായി എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്തെടുക്കണം. അങ്ങോട്ട് നോക്കൂ. മാലുവിന്റെ അടുത്ത പോസ്, ഈ പോസ് എന്റെ ആണ് കേട്ടോ, ഇങ്ങനെ ആലോചിക്കുന്ന പോസ്. അപ്പൊ ആ പോസ് പോയി നോക്കായി. ആ പോസ് ഞാൻ കാണിച്ചുതരാം ഗൈസ്, അടുത്ത് പോയിട്ട്. ഇങ്ങനെ അലറുന്നതാണ് ഇവളുടെ ഒരു അസുഖം ഗൈസ്. ഉണ്ണിച്ചേട്ടൻ അസാധ്യമായി പടം എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നെ വീണ്ടും ചതിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ കുൻകുനാഹ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും വന്നത്. നിങ്ങൾ എന്റെ കുൻകുനാഹ അവര് വീണ്ടും എന്റെ അടുത്ത് ദാനമായി ഒരു 5 മിനിറ്റ് ചോദിച്ചേക്ക്, ഞാൻ കടം കൊടുത്തിരിക്കുകയാണ് ഗൈസ്. വാ. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. നമ്മളോട് വ്ലോഗ് എടുത്ത് നമ്മളെ മാറി നിൽക്കാൻ, അല്പസമയമായി മാറി നിൽക്കാനാണ് ഈ യുവാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. നമുക്ക് ആരും കാണാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ പറ്റും, ഒരു ഭ്രാന്തനെ പോലെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബീച്ച് പാലസ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ബീച്ച് പാലസ് എന്ന് പറയില്ല ഗൈസ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പണ്ടത്തെ ഒരു പാലസ് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഇതിനെ. പക്ഷെ ഞാൻ പണ്ട് ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് പണ്ട് കണ്ടവരൊക്കെ കമന്റ് ബില്ലു. ഇതാണ് ഗൈസ് ബീച്ച് പാലസ്. നമ്മുടെ ട്രാവൻകൂറിന്റെ സിമ്പലായ ഒരു ശംഖും ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ട്രാവൻകൂർ മീൻസ് കല്ല് മീൻസ് ഈ ഷെല്ല് അതാണ് ഉദ്ദേശിച്ചത് ഞാൻ. ഇതാണ് നമ്മുടെ ട്രാവൻകൂറിന്റെ സിമ്പൽ, മനസ്സിലായോ? ട്രിവാൻഡ്രം താമസിച്ചിട്ട് അറിഞ്ഞുകൂടാത്തവരൊക്കെ പൊട്ടന്മാരെ കാണൂ. ഇതാണത്. ഇതാണ് ബീച്ച് പാലസ്. ഇതാണ് ആ പൊട്ടിപ്പൊളിഞ്ഞ ബീച്ച് പാലസ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് കേറാൻ പറ്റുമോ എന്നറിയാൻ. ഗൈസ് ഞാൻ കേറി ഗൈസ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഗൈസ് ബീച്ച് പാലസ്. കണ്ടു? നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ ബീച്ച് പാലസ് ആണ്. അയ്യോ, നമ്മൾ സെക്യൂരിറ്റി മാം പിടിച്ചു ഗൈസ്. നമ്മൾ വീണ്ടും പുറത്തായി. നമ്മളെ സെക്യൂരിറ്റി മാമ വിചാരിച്ച് നമ്മളെന്തോ അവിടെ നിന്ന് കുത്തിപ്പൊളിച്ചെടുത്തോണ്ട് പോവാന്ന് ആണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഗൈസ് കയറിയത്. കാരണം നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷെ അവർ വന്നിട്ട് ഹലോ മിസ്റ്റർ റെഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ പുറത്താക്കി ഗൈസ്. പക്ഷെ നമ്മൾ നാണം കിട്ടാതെ പുറത്തിറങ്ങിയിരിക്കുന്നു. ദെൻ നമ്മൾ അവിടെ നിന്ന് ചരിച്ച്, പക്ഷെ വിഷ്വൽ കിട്ടിയില്ലേ? നമുക്കത് മതി. ആ കാട്ടിനിടയിൽ കൂടെ നമുക്ക് കേട്ടൊന്നും കിട്ടാനില്ല ഗൈസ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഇവിടെ വിജനമായി കിടക്കുകയാണ്. വൈകുന്നേരം ഇങ്ങോട്ട് വരണം. നിങ്ങൾ ഇവിടെ നമുക്ക് കാലിങ്ങനെ കുത്താനുള്ള സ്ഥലം പോലും കിട്ടൂല, അത്രയ്ക്കുള്ള തിരക്കായിരിക്കും ഇവിടെ ഉള്ളത്. സോ നമ്മൾ ഇപ്പോഴാണ് ഇത് വേണം എക്സ്പ്ലോർ ചെയ്യാൻ. കാര്യം രാവിലെയൊക്കെ ഇവിടെ വന്നാലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രാവിലെ വന്നിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കരിഞ്ഞു പോകും. ഞാനിവിടെ കരിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ കാണിച്ചു തരാൻ കരിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതെനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇതുപോലെ കരിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ വീഡിയോ എടുക്കുന്ന ഡാഡി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്തൊക്കെ പൊട്ടത്തരം പറയാണ്. അവൻ ചാവുന്ന ഈശ്വര, ഞാനിവിടെ നിന്ന് അങ്ങ് ഭൂമി പുലർന്നങ്ങ് പോട്ടെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക. പക്ഷെ സഹിക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനിങ്ങനെയാണ്. അതാണ് ക്യാമറമാനല്ലേ, നിങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കണം. വരും. ഇനി നമ്മൾ കുൻകുനാഹയാണ് കാണാൻ പോകുന്നത്. എൻ്റെ കുൻകുനാഹി അതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്.
ഞാൻ ഇത്ര അലമ്പാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഞാൻ അലമ്പാണ്. മിസ്റ്റർ ഉണ്ണിത്താൻ, വരൂ ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ നമ്മൾ ഉണ്ണിത്താൻ എന്നിട്ട് ഉണ്ണീനെ നമ്മൾ ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ കമോൺ, എന്റെ കുൻകുനാഹി എടുക്കൂ. കുറച്ച് സമയത്തേക്ക് എന്റെ മൈക്ക് ഞാൻ എന്റെ സിസ്റ്ററായ ആദിക്ക് കൊടുക്കുകയാണ് ഗൈസ്. ആ ഒരു പ്രൈഡ് നിമിഷം, ഈ നിമിഷം വളരെ ഉപകാരം. സൈമ വാട്സിനോട്ട് അവാർഡ് വാങ്ങണം അതിൽ. ഗൈസ് ഇതിലും വലിയ അവാർഡ് ഞാൻ കൊടുക്കാറുണ്ടോ? ഇതിലും വലിയ അവാർഡ് ഞാൻ കൊടുക്കാറുണ്ടോ? ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ഉള്ള ഷൂട്ടും എന്റെ റീൽസും അവളുടെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് വേണം ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ. ഇപ്പൊ തന്നെ നല്ല വെയിൽ ഇവിടെ ആയപ്പോ നമ്മൾ ആ മണ്ഡപത്തിന്റെ അകത്തായിരുന്നു ഇപ്പൊ ഇത്രയും നേരം നമ്മളുടെ ഓൺ ഗോയിങ് ഷൂട്ടുകളൊക്കെ പൊക്കോണ്ടിരുന്നത്. ദെൻ നമ്മളിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട്. എന്റെ ഫോട്ടോസും ബാക്കി റീൽസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ എത്തിയേക്കുവാണ്. ഉണ്ണിത്താൻ come on and നമുക്ക് പോയി ഫോട്ടോസ് ഒക്കെ എടുക്കാം. വാ, നമ്മൾ എന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാണ് ഗൈസ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി. ഭയങ്കര രസമുള്ളൊരു എന്താ പറയാ, ഒരു കൽ പ്രതിമയാണ് ഗൈസ്. വലിയൊരു ബിഗ് സാധനം. നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞതാണ്, ഇറങ്ങാൻ വേണ്ടി പോവാണ്. ലൈക്ക് നമ്മളെല്ലാരും ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് അപാരത വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? ഷൂട്ട് എടുത്ത ആള് ഒരു സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഹെൽമെറ്റ് ഒക്കെ വെച്ചേക്കുവാണ് ഗൈസ്. ടാറ്റാ ടാറ്റ പറയൂ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. നീ ഇങ്ങനെ പറഞ്ഞ ആരും ചെയ്യത്തില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ലവ് യു ഗൈസ്. ഉമ്മ.